ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ക്രൈസ്റ്റ് ദ മിനിസ്റ്റർ ഓഫ് ദ ന്യൂ കവനന്റ്, പുതിയ നിയമത്തിൻ്റെ സ്ഥാപകനാകുന്ന കർത്താവായ യേശു. ആ പ്രത്യേകമായ ചിന്തയാണ് 9-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന വിഷയമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ആര്? ക്രൈസ്റ്റ് ഓപ്പൺ ദ സാങ്ച്വറി. കർത്താവായ യേശു പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അഥവാ പുതിയ നിയമത്തിൻ്റെ കൂടാരം തുറക്കുവാനായിട്ടിടയായിത്തീർന്നു. അതിന് വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ 2-3 ക്ലാസ്സുകൾ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് നമ്മൾ കോൺഷ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ കൃപയാൽ അത് വളരെ അനുഗ്രഹമായി ദൈവമായ കർത്താവ് മാറ്റിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പഴയ പശ്ചാത്തലത്തിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാധാരമായിട്ട് 9-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വായിക്കുവാൻ പോവുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 9, എബ്രായ ലേഖനം 9-ാം അധ്യായം 15 മുതൽ വേഴ്സ് 15 to 22, 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും വേദപുസ്തകം എടുത്താട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആ വേദവാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സുകൾ നമ്മൾ ഹെഡിങ് എഴുതിയെടുത്തപ്പോൾ നമ്മൾ നോട്ട് ചെയ്തതാണ് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ് ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. നോട്ട് ചെയ്താട്ട് ക്രൈസ്റ്റ്, അതിൻ്റെ ഈ 15 മുതൽ 22 വാക്യത്തിൻ്റെ ഒരു തലക്കെട്ടാണ് ക്രൈസ്റ്റ് ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശു. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശു. വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. വേഴ്സ് 15. ഒരു മരണം ഉണ്ടായി ആദ്യ നിയമത്തിൻ്റെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. ഫസ്റ്റ് നിയമം ലംഘിക്കപ്പെട്ടു. ആ ലംഘിക്കപ്പെട്ടത് മുഖാന്തരമായിട്ട് അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരു മരണം ഉണ്ടാകുവാനിടയായിത്തീർന്നു. ആ മരണമാണ് നമ്മൾ കാണുന്നത്. ഇത് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ചൂണ്ടിക്കാണിക്കുന്നു. വായിച്ചോട്ട്, ഒരു നിയമം യഥാസ്ഥാനപ്പെടണമെങ്കിൽ എന്ത് ആവശ്യമാണ്? വേഴ്സ് 16 and 17. നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നമ്മൾ പണ്ട് ചില മാസങ്ങൾക്ക് മുമ്പ് കവനന്റ്, ഉടമ്പടി എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുവാൻ അടിയായിത്തീർന്നു. അന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ഉടമ്പടി എന്നുള്ളതിൻ്റെ ആ റൂട്ട് വേർഡ് വന്നിരിക്കുന്നത് ടു കട്ട് ഇൻറ്റു ടു, രണ്ടായിട്ട് മുറിക്കുക എന്നുള്ളതിൽ കൂടെയാണ്. രണ്ടായിട്ട് മുറിക്കുക. അന്നില്ലാത്തവർ നോട്ട് ചെയ്താണ് കവനന്റ്, ഉടമ്പടി. ഉടമ്പടിയുടെ അതിൻ്റെ റൂട്ട് വേർഡ്, അതിൻ്റെ മീനിങ് കട്ട് ഇൻറ്റു ടു, രണ്ടായിട്ട് മുറിക്കുക. കട്ട് ഇൻറ്റു ടു. അതുകൊണ്ടാണ് നിയമത്തിൻ്റെ എവിടെയെല്ലാം നിയമം യഥാസ്ഥാനപ്പെടണമോ അവിടെയൊക്കെ ഒരു മരണം ആവശ്യമായിരിക്കുന്നത്. ഒരു മരണം നടക്കാതെ നിയമത്തിന് സാധുതയില്ല. ഈ പ്രത്യേകമായിരിക്കുന്ന കാര്യം അവിടെ പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ വേർഡ് പറയുന്നത് 17-ാമത്തെ വാക്യം, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. അപ്പോൾ ഏത് നിയമം സ്ഥിരമാകണമെങ്കിലും ഒരു മരണം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വൺ വേ കവനന്റ് നിയമം എന്ന് പറയുന്നത് പലപ്പോഴും 2 അതിൽ കൂടുതലോ ആൾക്കാർ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2-ൽ കൂടുതൽ ആൾക്കാർ അതിനകത്ത് ആവശ്യമാണ്. എന്നാൽ ഒറ്റയ്ക്ക് ഉടമ്പടി എടുക്കുവാനും സാധിക്കും. ദാവീദ് ഇപ്രകാരം ഉടമ്പടി എടുക്കുകയുണ്ടായി, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴിയെ സൂക്ഷിക്കും. ഇയ്യോബ് ഇപ്രകാരം ഉടമ്പടി ചെയ്തു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരു പാപം ചെയ്യുകയില്ല. അപ്പോൾ ഇത് സെൽഫായിട്ട് എടുക്കുന്ന ഉടമ്പടിയാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഉടമ്പടി അപ്രകാരം ഉടമ്പടിയോടെ. എന്നാൽ പൊതുവായിട്ട് ഉടമ്പടി 2 അതിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ എടുക്കുന്നതായിരിക്കുന്ന ഒരു കവനന്റ് ആയിരിക്കും. ഇതിനകത്ത് 2 കൂട്ടർക്കും ഇതിനകത്ത് പ്രാധാന്യതയുണ്ട്. ആര് നിയമം ചെയ്യുന്നുവോ അത് ഒരാളോടല്ല, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടപ്പാടുണ്ട്. ഏത് ഉടമ്പടിക്കും ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്.
നീ ചില ചുമതലകളില്ലാത്ത ഒരു ഉടമ്പടിയുമില്ല. എവിടെയെങ്കിലും ഒരു ഉടമ്പടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി കൂടെ രണ്ട് കൂട്ടം ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഒബീഡിയൻസുമാണ്, അനുസരണമാണ്. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. രണ്ട് കൂട്ടം ആൾക്കാരും അനുസരണം ആഗ്രഹിക്കുന്നു. ഈ ഉടമ്പടിയിൽ അവർ നിൽക്കണമെങ്കിൽ, ഉടമ്പടി യഥാസ്ഥാനപ്പെടണമെന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെയും നിയമം രണ്ടുപേരും അനുസരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നാം പ്രത്യേകമായിട്ട് പഠിക്കുവാൻ പോകുന്ന പാഠം, കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി മധ്യസ്ഥനാകുന്നുവെന്ന് പറയുമ്പോൾ, പഴയ നിയമത്തിൻ്റെ ഒരു ഉടമ്പടി അത് പൊളിഞ്ഞു പോയതിനു ശേഷം പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി യഥാസ്ഥാനപ്പെടുന്നതാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. പഴയ നിയമത്തിലെ ഉടമ്പടി പൊളിഞ്ഞതിന് ശേഷം പുതിയ നിയമത്തിലെ ഉടമ്പടി യഥാസ്ഥാനപ്പെടുവാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പഴയ നിയമത്തിലെ ഉടമ്പടി പൊളിഞ്ഞു പോയി? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ, അപ്പോൾ ആദ്യത്തെ ഉടമ്പടി അത് നിയമം ഇല്ലാതാകുവാൻ, അഥവാ ആദ്യത്തെ ഉടമ്പടിക്ക് വാല്യൂ ഇല്ലാതാകുവാനുള്ള കാരണം ലംഘനമാണോ കാരണമായിരിക്കുന്നത്? ലംഘനം കൊണ്ട് ആദ്യത്തെ ഉടമ്പടി മാറ്റപ്പെട്ടു. ആരാണോ ലംഘിച്ചത്? എവിടെയാണോ ലംഘിച്ചത്? എന്താണോ ഇവരിതിനു വേണ്ടി ചെയ്തത്? വായിച്ചിട്ട് അതിൻ്റെ 18-19 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. അപ്പോൾ ഒന്നാമത്തെ നിയമവും യഥാസ്ഥാനപ്പെടുത്തിയത് രക്തം കൊണ്ടാണോ ചെയ്തത്? രക്തമാണോ യഥാസ്ഥാനപ്പെടുവാൻ കാരണമായി തീർന്നത്? താഴോട്ട്, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് ഉടമ്പടി. ആദ്യത്തെ ഉടമ്പടി നമ്മളിവിടെ കാണുന്നത് ഇസ്രായേൽ മക്കളും ദൈവമായിരിക്കുന്ന ഉടമ്പടിയാണ്. അതാണ് പ്രധാനമായിട്ട് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 24. നമ്മൾ പാഠവായനയ്ക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം അതാണ്. 24-ാം അധ്യായം, പുറപ്പാട് 24-ാം അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7th verse. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്ക വായിച്ചു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ എപ്പോഴാണോ എന്താണ് മോശ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നത്? മോശ സംസാരിച്ച വചനമാണ് 20-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ചാപ്റ്റർ 20 verse 1. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അപ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 23-ാം അധ്യായം 33-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് ദൈവം ഇസ്രായേൽ മക്കൾ കൊടുത്ത ദ കവനന്റ് എന്ന് പറയുന്നത്, ഉടമ്പടി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാൻ വേർഡ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 23-ാം അധ്യായം ചാപ്റ്റർ 23 വേഴ്സ് 33 അപ് ടു 33 33-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ ദൈവം ഇസ്രായേൽ മക്കളുമായിട്ട് കൊടുത്ത ഒരു ഉടമ്പടിയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കളുമായിട്ട് ഉടമ്പടി കൊടുക്കുമ്പോൾ ആ ഉടമ്പടിക്കകത്ത് പല കാര്യങ്ങളെ ദൈവം വെച്ചിട്ടുണ്ട്. എന്താ ദൈവം വെച്ചത്? ദൈവം 10 കൽപ്പന അവർക്ക് കൊടുത്തു. ദൈവം ചില ഉടമ്പടി അവർക്ക് കൊടുത്തു. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഈ ഉടമ്പടി മാത്രമല്ല ദൈവം കൊടുത്തത്. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ there is a blessing in that covenant. ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഉടമ്പടിക്കകത്ത് ഒരു സാധാരണപ്പെട്ട നിയമം, ദൈവത്തെ എങ്ങനെ വർഷിപ്പ് ചെയ്യണം, ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ആ ഉടമ്പടിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഉടമ്പടി ഉള്ളത് 2-ാമത്തെ ഭാഗമാണ്. ആ ഉടമ്പടി ആരെങ്കിലും അനുസരിച്ചാൽ there is a blessing, അവർക്കുള്ള അനുഗ്രഹം അതിനകത്തുണ്ട്. അനുഗ്രഹം അതിനകത്തുണ്ടെന്ന് മാത്രമല്ല, ആരെങ്കിലും അത് ലംഘിച്ചാൽ അതിൻ്റെ ദോഷം അവർക്ക് അനുഭവിക്കും.
ഏത് ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, എൻ്റെ നിയമത്തിൻ്റെ വചനങ്ങൾ ആരെങ്കിലും വിട്ടുമാറിയാൽ അവരുടെ ഭവനത്തെ 3 4 തലമുറ വരെ ആ ദോഷം പിന്തുടരുവാൻ കാരണമായി തീരും. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ ആരാധിക്കേണ്ടതുള്ള നിയമം ആ ഉടമ്പടിക്കകത്തുണ്ട്. ദൈവവും ദൈവത്തോട് എങ്ങനെ ബന്ധപ്പെടണം എന്നുള്ള കാര്യങ്ങൾ ആ ഉടമ്പടിക്കകത്തുണ്ട്. എനിക്കും അല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആ ഉടമ്പടിക്കകത്തുണ്ട്. അന്നത്തെ ഇസ്രായേൽ മക്കൾ ആ ഉടമ്പടി ലംഘിച്ചാൽ അവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷാവിധി എന്തെന്നുള്ളത് ആ ഉടമ്പടിക്കകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അനുഗ്രഹവും ദോഷവുമായിരിക്കുന്ന കാര്യങ്ങൾ കൂട്ടിക്കലർത്തി വെച്ചിരിക്കുന്നതായിരുന്നു ദൈവം മോശ മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കൾ കൊടുത്ത ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉടമ്പടി 20-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ മോശ ഒരു പുസ്തകത്തിൽ എഴുതി. അതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. കാരണം ഇതുവരെ ദൈവം മോശയ്ക്ക് 10 കൽപ്പന 2 കൽപ്പനയാക്കി കൊടുത്തിട്ടില്ല. വായിച്ചിട്ട് ഒരു വാക്യം കൂടെ 12-ാമത്തെ വാക്യം, ചാപ്റ്റർ 24 വേഴ്സ് 12. ഞാൻ നിനക്ക് കൽപ്പനകളും അവരെ ഉപദേശിക്കേണ്ടതിനോ ദൈവം അവർക്ക് മോശയ്ക്ക് കൊടുക്കുവാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു മുൻപ് ദൈവം മോശയ്ക്ക് കൊടുത്തുവായിരിക്കുന്ന ന്യായപ്രമാണം മോശ അതൊരു പുസ്തകത്തിലാക്കി. വായിച്ചിട്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം, വേഴ്സ് 7. അവൻ നിയമപുസ്തകം എടുത്തു. അപ്പോൾ ഇപ്പോൾ മോശയുടെ കാര്യങ്ങൾ എന്തുണ്ട്? നിയമപുസ്തകമുണ്ട്. ദൈവം മോശയ്ക്ക് 10 കൽപ്പന കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിയമങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ഒരു പുസ്തകം മോശയുടെ കരങ്ങളിലുണ്ട്. ഈ നിയമപുസ്തകം എടുത്ത് യാഗപീഠത്തിൽ വെച്ചുകൊണ്ട്, അവിടെയാണ് നമ്മുടെ വിഷയം. 7-ാമത്തെ വാക്യം, വീണ്ടും 7, 8, 9 വാക്യം. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്ക വായിച്ചു. അപ്പോൾ ദൈവം കൊടുത്തതായിരിക്കുന്ന നിയമങ്ങൾ, ദൈവത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവത്തോട് ലംഘനം കാണിച്ചുള്ള ദോഷങ്ങൾ, ഇതെല്ലാം എഴുതിയ പുസ്തകം മോശ സർവ്വജനവും കേൾക്കെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ സർവ്വജനവും ദൈവവുമായിട്ട് അവർ ഉടമ്പടി ചെയ്യുവാൻ പോകുകയാണ്. ദൈവത്തോട് അവർ കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ ഇറങ്ങിത്തിരിച്ചത് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു എന്നുള്ള വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ട് വരുവാൻ കാരണമായി തീർന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിന് ഇവരുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കളായതുകൊണ്ട് മാത്രമാണ്. അല്ല, അതുകൊണ്ട് അബ്രഹാമിനോട് കൽപ്പിച്ച ഉടമ്പടി അവരുടെ ശരീരത്തിൽ അവർ ഏറ്റെടുത്തിരിക്കുന്ന മുഖാന്തരമായിട്ട്, യാക്കോബിനോട് കൽപ്പിച്ച ഉടമ്പടി അവർ ഏറ്റെടുത്ത മുഖാന്തരമായിട്ട് പിതാക്കന്മാരാൽ അവർ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. എന്നാൽ വാസ്തവമായിട്ട് ഈ ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവം ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന സമയം എന്ന് പറയുന്നത് ഇവരെ സീനായ് മലയുടെ അടിവാരത്ത് കൊണ്ടുവരുമ്പോഴാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. സീനായ് മലയുടെ അടിവാരത്ത് കൊണ്ടുവന്നപ്പോൾ അടിവാരത്ത് വെച്ച് ദൈവം എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. നിങ്ങൾക്ക് ഞാൻ പിതാവായിരിക്കും. നിങ്ങളെനിക്ക് ഒരു രാജകീയ പുരോഹിത വർഗമായിരിക്കും. നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അവിടെ മനസ്സിലാക്കേണ്ടത് ദൈവം ഇസ്രായേൽ മക്കളുമായിട്ട് ഒരു ഡയറക്റ്റ് ഉടമ്പടിയിലേക്ക് ഇവിടെ കടന്നു വരികയാണ്. ദൈവം ഇവരോടൊരു ഉടമ്പടി ചെയ്യുവാൻ പോകുകയാണ്. ദൈവം ഇവരോടൊരു നിയമം ചെയ്യുവാൻ പോകുകയാണ്. ഇതുവരെ ഇവർക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നത് അബ്രഹാമൻ ആകുന്ന പിതാവിൽ വെച്ചുകൊണ്ടാകുന്നുവെങ്കിൽ ഇപ്പോൾ അവർ അഭിമാനിക്കുവാൻ പോകുന്നത് അബ്രഹാം എന്നുള്ള പിതാവിൽ വെച്ചുകൊണ്ടല്ല. സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് ഒരു ഉടമ്പടി ചെയ്തു. സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് ഉടമ്പടി ചെയ്തു. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്. സ്വർഗ്ഗത്തിലെ ദൈവം അവരോട് ഉടമ്പടി ചെയ്തു എന്നുള്ള വ്യക്തിപരമായിരിക്കുന്ന ഒരു ബോധ്യമാണ് അവരും ദൈവമായിരിക്കുന്ന ഒരു വലിയ ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്. ഈ ബന്ധത്തിനകത്ത് എന്തുണ്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്ന വേർഡ് ഇതാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവമായിട്ട് ബന്ധമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. സീനായ് മലയിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്ന് ദൈവം അവരുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന കാലം വരെ അവർക്ക് ദൈവത്തോട് ബന്ധമുണ്ട്. എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം.
എന്നാൽ ഇവിടെ ഈ സീനായ് മലയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം ഇവരോടൊരു ഉടമ്പടി ചെയ്ത് അവരുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് അബ്രഹാമിൻ്റെ ദൈവമായതുകൊണ്ടല്ല, ഈ ദൈവം എന്നോട് ഒരു ഉടമ്പടി ചെയ്തു, അല്ലെങ്കിൽ ഞാനും ഈ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു. വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാൻ പോകുകയാണ്. ഈ ഉടമ്പടി ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തിലായതുകൊണ്ട് മോശ എന്ത് ചെയ്തു? ഈ ഉടമ്പടി ആരോട് ചെയ്യുന്നു? ദൈവവും ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി മോശ ഇസ്രായേൽ മക്കൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ദൈവം കേൾപ്പിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ മോശ ഇസ്രായേൽ മക്കളോട് പ്രസ്താവിക്കുക, അവരത് വായിച്ച് കേൾക്കുക. ഇസ്രായേൽ മക്കൾ പൂർണ്ണമായിട്ട് ആ വചനങ്ങളൊക്കെ കേട്ടു. അവരുടെ അനുഗ്രഹത്തെക്കുറിച്ച് അവർ കേട്ടു, അവരുടെ ശിക്ഷയെക്കുറിച്ച് അവർ കേട്ടു, അവരെ എന്ത് ചെയ്യണമെന്നുള്ളത് അവർ കേട്ടു എന്ന് വേണ്ട, ദൈവം അവർക്ക് കൊടുത്തുമായിരിക്കുന്ന നിയമങ്ങൾ അവർ കേട്ടതിന് ശേഷം എന്ത് ചെയ്തു? വായിച്ചോട്ടെ, അതേ വാക്യം താഴോട്ട് വായിച്ചോട്ടെ. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കൾ ഈ നിയമത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അവർ ഒരു കാര്യം പറയുകയാണ്, യഹോവ കൽപ്പിച്ച സകല നിയമങ്ങളും ഞങ്ങൾ അനുസരിച്ച് നടക്കും. അപ്പോൾ ഇവർ ദൈവത്തോടൊരു ഉടമ്പടി, ശ്രദ്ധിക്കണേ നിങ്ങളിത്, ഇവർ ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. എന്താ ഉടമ്പടി ചെയ്യുന്നത്? ഈ ദൈവം കൽപ്പിച്ച സകല വചനങ്ങളും ഞങ്ങൾ അനുസരിച്ച് നടക്കും. അപ്പോൾ ഈ ഉടമ്പടിക്ക് യാതൊരു വിലയുമില്ല. കാരണം ഈ ഉടമ്പടിയിൽ യാതൊരു മുതൽ മുടക്കുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു സിമ്പിൾ വേർഡ് മാത്രമേ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഈ നിയമത്തിൽ നിന്ന് ഇവർക്ക് മാറ്റപ്പെടുവാൻ സാധിക്കും. എന്നാൽ മാറാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഈ ഉടമ്പടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം. ഈ ഉടമ്പടി ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തണം. എങ്ങനെയാണ് ഈ ഉടമ്പടി ബലപ്പെടുത്തിയത്? വായിച്ചോട്ട് അതിൻ്റെ താഴത്തെ വാക്യം. ശ്രദ്ധിക്കുക, അവിടെ പറയുന്നു, അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? മോശ ജനത്തോട് പറഞ്ഞ ഇതാ നിയമത്തിൻ്റെ രക്തമാണ്, ഇപ്പോൾ നിങ്ങളും ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മൾക്കറിയാം. വായിച്ചിട്ട് ഒരു വാക്യം കൂടെ, ജെരമ്യ പ്രവാചകന്റെ പുസ്തകം, ജെരമ്യ ചാപ്റ്റർ 34 വേഴ്സ് നമ്പർ 18 and 19. നമ്മൾ പണ്ടൊരിക്കൽ നമ്മളിത് പഠിച്ചതാണ്. ജെരമ്യ 34 വേഴ്സ് 18 and 19. എൻ്റെ മുൻപാകെ ചെയ്ത നിയമത്തിൻ്റെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാം, ഞാൻ അവരെ നശിപ്പിച്ചു കളയും. എന്താ അതൊരു കാരണമായിരിക്കുന്നത്? ഇവിടെ പറഞ്ഞു, കുട്ടികളുടെ പിളപ്പിൻ്റെ നടുവിൽ കൂടെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാർ, യഹൂദ പുരുഷന്മാർ അവരെന്ത് ചെയ്തു? അവർ എന്നോടൊരു ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ ഉടമ്പടി ചെയ്തതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ ഉടമ്പടിയിൽ ഞാൻ പിന്നോട്ട് പോകുകയാണെങ്കിൽ ഈ മൃഗത്തിന് സംഭവിച്ചത് എനിക്ക് സംഭവിക്കട്ടെ, അഥവാ എനിക്ക് മരണം സംഭവിക്കട്ടെ. വേറെ രീതിയിൽ പറഞ്ഞാൽ, മരിക്കുവോളം മരിക്കേണ്ടി വന്നാലും ഈ നിയമത്തിൽ നിന്ന് ഞാൻ വിട്ടുമാറത്തില്ല എന്ന് ദൈവത്തിന് മുൻപാകെ അവരെടുത്തൊരു തീരുമാനമായിരുന്നു. കാളക്കുട്ടികളുടെ പിളപ്പിൻ്റെ നടുവേ കടന്നുപോയിട്ട് അവരെടുത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇസ്രായേൽ മക്കൾ അവർ ഒരു കാര്യം ചെയ്തു. അവർ മരിക്കേണ്ടതിന് പകരം, അവർ ഈ നിയമത്തിന് വേണ്ടി മരിക്കേണ്ടതിന് പകരം ദൈവം എന്ത് ചെയ്തു? അവർക്ക് പകരമായിട്ട് മൃഗത്തെ കൊന്നു. ഒരു മരണം അവിടെ സംഭവിച്ചു. എന്തിനാ മരണം സംഭവിച്ചത്? ഈ മൃഗത്തെ കൊന്നതിൻ്റെ കാരണം, അതിന് രക്തമെടുത്തതിൻ്റെ കാരണം, ഈ നിയമത്തിൻ്റെ ഏതെങ്കിലും പ്രമാണം ഞങ്ങൾ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ഈ മൃഗം കൊല്ലപ്പെട്ടതുപോലെ ഞങ്ങളും കൊല്ലപ്പെട്ടു പോകട്ടെ, ഞങ്ങളും നശിച്ചു പോകട്ടെ. അഥവാ ദൈവത്തിന് മുൻപാകെ അവരെടുത്ത തീരുമാനമെന്ന് പറയുന്നത്, മരിക്കേണ്ടി വന്നാലും ഈ നിയമത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. കരങ്ങളുയർത്തി ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. മരിക്കേണ്ടി വന്നാലും ഈ നിയമത്തിൽ ഞങ്ങൾ വിട്ടുമാറത്തില്ല എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഒരു കാളക്കുട്ടി അഥവാ ഒരു യാഗമൃഗത്തെ കൊല്ലുവാനായിട്ടിടയായിത്തീർന്നത്. കൊന്നിട്ട്
കൊന്നിട്ട് അതിൻ്റെ രക്തം മോശ എടുത്തിട്ട് ചെയ്തത് ഇസ്രായേൽ ജനത്തിന്മേൽ ആ രക്തം തളിക്കുവാനിടയായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിയമപുസ്തകം വായിച്ചു കേൾപ്പിച്ചു, ന്യായപ്രമാണം ഇസ്രായേൽ മക്കളെ വായിച്ചു കേൾപ്പിച്ചു. അവരെല്ലാവരും ഒരേ ശബ്ദത്തോടെ പറഞ്ഞു, മോശേ, ദൈവം ഞങ്ങളോട് കൽപ്പിച്ചത് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ പ്രമാണിക്കും, ഞങ്ങൾ പരിപൂർണമായി അനുസരിക്കും. ഈ അനുസരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം മോശ ഒരു മൃഗത്തെ കൊന്ന് അതിന് രക്തമെടുത്ത് ആ രക്തം ഇസ്രായേൽ മക്കളുടെ മേൽ തളിച്ചപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഈ മൃഗത്തിൻ്റെ രക്തത്തിൽ എനിക്കും പങ്കുണ്ട്, ഈ മൃഗത്തിൻ്റെ രക്തത്തിൽ എനിക്കും ഒരു ഭാഗമുണ്ട്. അഥവാ ഈ മൃഗത്തിൻ്റെ രക്തം അവരുടെ മേൽ കടന്നു വന്നിരിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ അനുഭവത്തിന്മേൽ അവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ മൃഗം കൊല്ലപ്പെട്ടതുപോലെ ഈ ന്യായപ്രമാണം ഞാൻ തെറ്റിക്കുന്നുവെങ്കിൽ, അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ, ഈ മൃഗത്തിന് സംഭവിച്ചത് എനിക്ക് സംഭവിക്കട്ടെ. ശ്രദ്ധിക്കണം, ഒരു സാധാരണപ്പെട്ട ഒരു ഉടമ്പടി അല്ല ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് മുൻപാകെ സീനായ് മലയുടെ അടിവാരത്ത് നിൽക്കുമ്പോൾ ചെയ്തത്. അവർ ചെയ്തത് പൂർണ്ണമായി ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും, പൂർണ്ണമായി ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കും, പൂർണ്ണമായി ദൈവത്തിൽ ഞങ്ങൾ പരിപൂർണമായി ചാരും എന്നുള്ള ഒരു പൂർണ്ണ സമർപ്പണമാണ്, അഥവാ ഒരു പൂർണ്ണ തീരുമാനമാണ് ഇസ്രായേൽ മക്കൾ എടുക്കുവാൻ കാരണമായി തീർന്നത്. ഈ ഇസ്രായേൽ മക്കൾ ഈ തീരുമാനമെടുത്തപ്പോൾ അവർ എന്ത് ചെയ്തു? ആ നിയമം ബലവത്തായി, ഈ നിയമത്തിന് സാധുതയുണ്ടായി. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തോട് അവർ ചെയ്ത ഉടമ്പടി അവർ ലംഘിക്കുവാൻ കാരണമായി തീർന്നു. ദൈവത്തോട് അവർ ചെയ്ത ഉടമ്പടിയിൽ നിന്ന് അവർ പിന്നോട്ട് മാറുക. ശ്രദ്ധിക്കണേ, ദൈവത്തോട് അവർ ചെയ്ത ഉടമ്പടി അവർ പറഞ്ഞിരിക്കുന്നത്, മരിക്കുന്നവരെ മരയ്ക്കേണ്ടി വന്നാലും ദൈവമേ ഈ നിയമത്തിൽ നിന്നോ ഞങ്ങൾ മാറത്തില്ല. എന്നാൽ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഈ നിയമത്തിന് വിലയില്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരണമായിട്ട് അവർ നിയമങ്ങളെ മാറ്റുവാൻ കാരണമായി തീർന്നു. ദൈവം എന്ത് ചെയ്തു? നിയമത്തെ മാറ്റുവാൻ ഇടയായിത്തീർന്നപ്പോൾ ദൈവം സമയാസമയങ്ങളിൽ അവരെ ശിക്ഷിക്കുവാൻ കാരണമായി തീർന്നു. ഇതാണ് അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത്. ലംഘനം കടന്നു വരുമ്പോൾ ശിക്ഷിക്കുവാൻ കാരണമായി തീർന്നു. എന്നാൽ ഒരു രീതിയിലും അടിച്ചിട്ടും പറ്റത്തില്ല എന്ന് കടന്നു വന്നപ്പോൾ ദൈവം അവരെ പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു. എങ്ങോട്ട് മാറ്റി? ദൈവം അവരെ അടിമത്വത്തിൽ നിന്ന്, ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത കനാൻ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കി. അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ നിയമത്തിന് സാധുതയില്ല. കാരണം ദൈവമല്ല നിയമം ലംഘിച്ചത്, ഇസ്രായേൽ മക്കളാണ് നിയമം ലംഘിച്ചത്. ഇസ്രായേൽ മക്കൾ നിയമം ലംഘിച്ചത് കൊണ്ട് ആ നിയമത്തിന് യാതൊരു സാധുതീകരണവും ഇല്ല. ഇപ്രകാരമുള്ള ഒരു സ്ഥാനത്ത്, ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലാണ് അരുമരക്ഷിതാവായ യേശു ഒരു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് കടന്നു വരുന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ അന്ന് യേശു എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? യേശുവും ഒരു നിയമം ചെയ്യേണ്ടതായിട്ട് വന്നു. ആര് തമ്മിലാണ് നിയമം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥനായിരിക്കുമ്പോൾ നിയമം ചെയ്യുന്നത് ഞാനും അല്ലെങ്കിൽ നമ്മളും ദൈവവുമായിട്ടാണ്. ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക, ദൈവമായിട്ട് നാം ഒരു ഉടമ്പടിയിലേക്ക് കടക്കുക. ഈ ഉടമ്പടിയിലേക്ക് ഞാൻ കടന്നുപോയി ചിന്തിച്ച സമയത്തൊക്കെ ഈ ഉടമ്പടി വാസ്തവമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു വൺ സൈഡഡ് ഉടമ്പടിയായിരുന്നു. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ചിലതല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യങ്ങളൊന്നും ദൈവം എക്സ്പെക്റ്റ് ചെയ്യാതെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്നു തരിക. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി കൃപയിലായതുകൊണ്ട് ദൈവജനം അനുഭവിക്കുന്നത് മുഴുവൻ കൃപയാണ് അനുഭവിക്കുന്നത്. ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവക്കുള്ളൊരു പ്രത്യേകത, നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദാറ്റ്സ് ഓൾ. നിങ്ങൾ അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദീർഘായുസില്ല. ദാറ്റ്സ് ഓൾ. അതേ ഉള്ള നിയമം. എന്നാൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ഒന്നാമത്തെ
രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി വൺ സൈഡഡ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് യാതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഉള്ള ഒരു ഉടമ്പടിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് കൃപയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അതാണ് കൃപയുടെ പ്രാധാന്യമെന്ന് പറയുന്നത്. അന്ന് അവരനുസരിച്ചുവെങ്കിൽ, ഒരു എഫേർട്ട് ചെയ്തുവെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ, ഇന്ന് ഞാൻ അനുസരിച്ചിട്ടല്ല ഞാനിത് പ്രാപിക്കുന്നത്. ഐ ആം ഗെറ്റിംഗ് ബൈ ഗ്രേസ്. നിങ്ങൾ മനസ്സിലാക്കുന്നു? ഇന്ന് ഞാനിത് പ്രാപിക്കുന്നത് കൃപയാലാണ്. ഇന്ന് രാത്രി പാടിയ പാട്ട് എല്ലാം സാധ്യമാണ്. എന്തുകൊണ്ട് സാധ്യമാണെന്നറിയാമോ? എൻ്റെ ഒരു എഫേർട്ട് കൊണ്ടല്ല, ഇത് ഞാൻ കൃപായുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ഞാൻ കൃപയിൽ ആയതുകൊണ്ട് ഞാൻ കടന്നു വരുന്നുണ്ട് ആ വിഷയത്തിലേക്ക്. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ ഉടമ്പടി ചെയ്യുക. ഉടമ്പടി ആരാ ചെയ്യുന്നത്? സ്വർഗത്തിലെ ദൈവം നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യുക. ആ ഉടമ്പടിക്ക് ഒരു കാര്യം ആവശ്യമാണ്, അവിടെയും ഒരു നിയമകർത്താവിൻ്റെ മരണം ആവശ്യമാണ്. അന്ന് ഒരാടിനെ കൊന്നാണ് അതിൻ്റെ രക്തമെടുത്തിട്ടാണ് ഉടമ്പടി ചെയ്തുവെങ്കിൽ, ഇന്ന് ആടിന് പകരമായിട്ട് നിൽക്കുന്നത് എൻ്റെ അരുമനാഥരാകുന്ന യേശുവ. അപ്പോൾ ഈ യേശു ആ ഉടമ്പടിക്ക് നിൽക്കുമ്പോൾ, ശ്രദ്ധിക്കണേ നിങ്ങൾ, ആ യേശു ആ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ, ആ ഉടമ്പടി ദൈവത്തോട് ഉടമ്പടി അവൻ ചെയ്യുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ഓൾറെഡി ചെയ്തിരിക്കുകയാണ്. അവൻ മരിച്ചത് നിയമകർത്താവിൻ്റെ മരണം വരെ. ആ നിയമത്തിന് വിലയില്ലാതാകുന്നുവെങ്കിൽ, ഇന്നത്തെ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ഒന്നാമത്തെ പ്രാധാന്യത, ആ നിയമകർത്താവിൻ്റെ മരണം ഓൾറെഡി സംഭവിച്ചിരിക്കുക. ആ നിയമം നിയമകർത്താവിൻ്റെ മരണം സംഭവിച്ചത് കൊണ്ട് ആ നിയമത്തിന് ഇന്ന് വാല്യുണ്ട്. ആ നിയമത്തിന് ഇന്ന് വിലയുണ്ട്. എന്തുകൊണ്ട്? ആ നിയമകർത്താവ് മരിക്കുവാൻ കാരണമായി തീർന്നു. നിയമം ചെയ്തവൻ ആരോട് നിയമം ചെയ്തു? ഇന്ന് ഞാനും ദൈവത്തോടല്ല നിയമം ചെയ്തത്. നിയമം ചെയ്തത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു. ദൈവം എന്നെയും കൂടെ ഒന്നിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മുൻപാകെ ഒരു ഉടമ്പടി ചെയ്തുവെങ്കിൽ, ദൈവത്തിന് മുൻപാകെ ഒരു നിയമം ചെയ്തുവെങ്കിൽ, ആ യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് എന്നെ ദൈവത്തോട് അടുപ്പിക്കുക. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുവാൻ ദൈവം എനിക്ക് വഴി ഒരുക്കി തരികയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം എനിക്ക് കൃപ തരികയാണ്. എന്താ അവിടെ സംഭവിച്ചത്? നിയമകർത്താവിൻ്റെ മരണം അവിടെ സംഭവിച്ചു. ഒരു നിയമകർത്താവിൻ്റെ മരണം സംഭവിച്ച സമയം മുതൽ ആ നിയമത്തിന് വിലയുണ്ടാകുവാൻ കാരണമായി തീർന്നു. ആ നിയമത്തിന് വാല്യൂ ഉണ്ടാകുവാൻ കാരണമായി തീർന്നു. ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിൻ്റെ സാധുതയുടെ കാരണമെന്ന് പറയുന്നത് ആ നിയമകർത്താവ് മരിക്കുവാൻ കാരണമായി തീർന്നതാണ് അതിൻ്റെ ബലം. അതതിൻ്റെ ബലമായി തീർന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിങ്ങൾ വായിച്ചോട്ടെ ഒരു വാക്യം, അതിൻ്റെ 15-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചോട്ടെ. No. Hebrews chapter 9 verse 15. എബ്രായർ 9:15. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള യെസ്, പ്രൈസ് ഗാഡ്, യെസ്, അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി. ഒന്ന് നോട്ട് ചെയ്താട്ട്, the death of Christ was necessary. The death of Christ was necessary. അതിൻ്റെ റീസൺസ് ഞാൻ താഴോട്ട് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. The death of Christ was necessary. The first point, it put the new covenant into effect. പുതിയ നിയമം it put the new covenant into effect. പുതിയ നിയമം യഥാസ്ഥാനപ്പെടുവാൻ, വാല്യൂ ഉണ്ടാകുവാൻ, അത് എഫക്റ്റീവായി തീരുവാൻ അത് കാരണമായി തീർന്നു. അതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നത്. നിയമകർത്താവ് അന്ന് ഒരു മൃഗത്തെ കൊന്നോ അതിന് രക്തമെടുത്ത് ഇസ്രായേൽ മക്കളുടെ മേൽ തളിച്ചപ്പോഴാണ് ആ നിയമത്തിന് സാധുതയുണ്ടായത്, ആ നിയമത്തിന് വാല്യബിളായത്. അവിടെ വെച്ചാണ് ഉടമ്പടി ചെയ്യുന്നത്. ദൈവവും ജനവുമായിട്ട് ഉടമ്പടി ചെയ്യുക. ജനം ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. എൻ്റെ ദൈവമേ, നീ തന്നിരിക്കുന്ന പ്രമാണം ഞാൻ അനുസരിച്ച്, നീ തന്നിരിക്കുന്ന കൽപ്പന ഞാൻ അനുസരിച്ച്, നീ തന്നിരിക്കുന്ന നന്മകൾ ഞാൻ അനുസരിച്ച് മുൻപോട്ട് പോകുമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. അത് ആ മൃഗത്തെ കൊന്ന് അതിൻ്റെ മരണം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ രക്തം കൊണ്ട് അത് സാധ്യമായി തീർന്നുവെങ്കിൽ,
ആ നിയമം യഥാസ്ഥാനത്തിൽ പെടുവാൻ കാരണമാകാതെ പോയി. കാരണം ലംഘനം അവിടെ കടന്നു വന്നു. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ നിയമം ലംഘിക്കപ്പെട്ടത് മുഖാന്തരമായിട്ട് ദൈവത്തിന് ഒരു പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. ആ ഉടമ്പടി ഇതിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത് അരുമരക്ഷിതാവായ യേശുവാകുന്നുവെങ്കിൽ, ആ യേശു ക്രിസ്തുവാകുന്ന ഉടമ്പടി യഥാസ്ഥാനപ്പെട്ടത് എവിടെ വെച്ചെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ ആ നിയമം സ്ഥാപിക്കപ്പെടുകയാണ്. യേശു ക്രിസ്തു എപ്പോൾ ക്രൂശിൽ മരിച്ചുവോ, യേശു ക്രിസ്തു എപ്പോൾ ക്രൂശിക്കപ്പെടുവാൻ കാരണമായി തീർന്നുവോ, ഈ ലോകത്തിൽ നിന്ന് യേശു എപ്പോൾ തൻ്റെ ജീവനെ വിട്ടുകളഞ്ഞുവോ, ആ സമയം മുതൽ ഈ നിയമം സ്ഥാപിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങൾ ജീവിക്കുന്നത് പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൻ്റെ കാലത്തിലല്ല. ഞാനും നിങ്ങൾ ജീവിക്കുന്നതോ, ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഒരു പുതിയ നിയമത്തിലാണോ ഞാനും നിങ്ങളുമായിരിക്കുന്നത്? ദൈവം പുതുതായിട്ടൊരു നിയമം ചെയ്തു. ദൈവം പുതുതായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആരോട് ദൈവം ചെയ്തു? ലോകത്തോട് ദൈവം ഉടമ്പടി ചെയ്തു. ആരിൽ കൂടെയാണ് ഉടമ്പടി ചെയ്തത്? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ. എന്താ ഉടമ്പടി? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അതെ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്കുന്നവൻ, the one who delivers them from their sins. പാപങ്ങളിൽ നിന്ന് വിടുവിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പാപം ചെയ്യാതെ എന്നെ സൂക്ഷിക്കുക. രണ്ട്, പാപം ചെയ്താൽ അതിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരൊറ്റ വേർഡ് എന്ന് പറയുന്നത് പാപം ചെയ്തിട്ടുള്ള പരിണിത ഫലമായിട്ട് യേശുവിനെ കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണമേ ദൈവത്തിൻ്റെ മക്കളെ, യേശു ക്രിസ്തു എനിക്ക് റൈച്ചസ്നെസ് മാത്രമല്ല, യേശു ക്രിസ്തു എനിക്ക് സാങ്ക്ടിഫിക്കേഷൻ കൂടെയാണ്, എനിക്ക് വിശുദ്ധീകരണം കൂടെയാണ്. ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ. റൈച്ചസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുറ്റവുമില്ല, യാതൊരു തെറ്റും കാണുന്നില്ല. എന്നാൽ അവിടെയല്ല എന്നെ നിർത്തിയിരിക്കുന്നത്. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഡിക്ലെയർ ചെയ്യുന്നു, അവനിൽ പാപമില്ല. ദാറ്റ്സ് ഓൾ. അത് റൈച്ചസ്നെസ്സാണ്. എന്നാൽ ഇവിടെ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഡിക്ലെയർ ചെയ്യാണോ, ഹി ഈസ് സാങ്ക്ടിഫൈഡ് എന്ന് പറയുമ്പോൾ അർത്ഥം മാറി. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഹി ഈസ് സെപ്പറേറ്റഡ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി അവൻ വേർതിരിക്കപ്പെട്ടവനാണ്. ഹി ബിലോങ്സ് ടു ഗാഡ്. ദൈവത്തിൻ്റെ വകയാണവന്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, പാപിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗ്ഗത്തിലെ ദൈവം നോക്കിക്കൊണ്ട് സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവനെ ദൈവം ശുദ്ധനായി വേർതിരിച്ചിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം അർത്ഥത്തിന് എന്ത് വ്യത്യാസം വന്നത്. ഒരു ഭാഗം നീതീകരണം മാത്രമേ ഉള്ളൂ വിഷയം. നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ്റെ പാപം കഴുകപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ ഭാഗം പാപം കഴുകപ്പെട്ടെന്നല്ല, ഹി സാങ്ക്ടിഫൈഡ്. അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ സെറ്റ് അപ്പാർട്ട് ഫോർ എ സീക്രട്ട് പർപ്പസ്. ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് റൈച്ചസ്നെസ്, നീതീകരണമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സെറ്റ് അപ്പാർട്ട് എന്ന് പറയുന്ന വേർഡാണ് ഫ്രം ഔട്ട് ഓഫ് സിൻ. പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു. പാപത്തിൽ നിന്ന്, പാപം ചെയ്തിട്ടല്ല, പാപം എൻ്റെ ജീവിതത്തിൽ കടക്കാതെ വണ്ണം എന്നെ കാവൽ ചെയ്യുന്നു. ദൈവമക്കൾക്ക് പുതിയ നിയമത്തിൽ ലഭിച്ചിരിക്കുന്ന വലിയൊരു പദവിയാണ്. നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെലേക്ക് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് താല്പര്യമുള്ള ഏത് വ്യക്തിയും, അതത്ര വലിയവനോ ചെറിയവനോ ആയിക്കൊള്ളട്ടെ, ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിച്ചാൽ ഒരു സത്യം കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഈവൻ തോ പാപം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളിലും പാപം ചെയ്യിപ്പിക്കാതെ ദൈവം നമ്മളെ അകറ്റി നിർത്തിയിട്ടുണ്ട്. അതൊരു മറ്റ് മനുഷ്യൻ്റെ കഴിവ് കണ്ടല്ല. God separated me. അവനെ സാങ്ക്ടിഫൈഡ് ആക്കി വെച്ചിരിക്കുക, അവനെ വിശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുക. ഈവൻ തോ നമ്മളത് ആഗ്രഹിച്ചുവെങ്കിലും അത് ചെയ്യുവാൻ സാധിക്കാതെ, നോർമൽ സിറ്റുവേഷനിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെങ്കിൽ എന്തോ സംഭവിക്കുന്നില്ല. എവിടെ അതിൻ്റെ മുടക്കങ്ങൾ, തടസ്സങ്ങളൊക്കെ വന്നെന്നറിയാമോ? God separated you. നമ്മളത് കാണുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഒരു സത്യം, ദൈവം സെപ്പറേറ്റ് ചെയ്തിരിക്കുക. എന്ത്? പാപം ചെയ്യാതെ എന്നെ അവൻ സൂക്ഷിക്കുന്നു, പാപം ചെയ്യാതെ എന്നെ തടയുന്നു. നിങ്ങൾക്കറിയാം, ബിലിയാമിൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാതിരിപ്പാൻ ദൈവം വഴികളൊരുക്കി. എത്ര വഴികളൊരുക്കി!
ബിലിയാമിൻ്റെ ജീവിതം മുഴുവൻ 4 പ്രാവശ്യങ്ങളും ദൈവം വഴികൾ ഒരുക്കിയില്ലേ? വഴിയിൽ ദൈവം പോയി തടഞ്ഞു. അവസാനമായിട്ട് ബിലിയാം എന്നിട്ടും കടന്നുപോയി. സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്നാണെന്നറിയാമോ? ഈ യാഗപീഠത്തിൽ യാഗവസ്തുവിനെ കിടത്തി പ്രവചനം കൊടുക്കുമ്പോൾ അവൻ്റെ നാവിൽ നിന്ന് അരുതാത്ത ഒരൊറ്റ വേർഡ് പോലും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ ബിലിയാമിൻ്റെ നാവിനെ കടിഞ്ഞാടിട്ട് കാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനായിരുന്നു. എന്നാൽ ഈ നാല് പ്രവചനം കഴിഞ്ഞ പിന്നാണ് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത് ബിലിയാം രക്ഷപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിൻ്റെ ദൈവം ചെയ്യുന്ന ഒരു ഭാഗ്യകരമായിരിക്കുന്ന പദവിയാണ്. പാപം ചെയ്യിക്കാതെ ദൈവം എന്നെ തടയുക, എന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത് കാക്കുക. എന്തുകൊണ്ടാണ് ദൈവം സാങ്ക്ടിഫൈഡ്? എന്ത് സംഭവിച്ചു? നിയമകർത്താവ് മരിക്കുവാൻ കാരണമായി തീർന്നു. ഈ നിയമകർത്താവ് മരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? നിയമം സ്ഥിരമായി. ആ നിയമത്തിന് വാല്യൂ ഉണ്ടായി. കാരണം ഓൾറെഡി ഒരു രക്തം അവിടെ ഒഴുക്കി, ഓൾറെഡി ഒരു മരണം അവിടെ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് വേർഡ് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാനുമായിട്ടാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യിപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തു. എങ്കിലും യേശുക്രിസ്തുവാണ് യാഗമായി തീർന്നത് കൊണ്ട് എൻ്റെ ഭാഗത്തും ദൈവം ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ നടക്കണ്ടായെന്നല്ല പറയുന്നത്, ഞാൻ നടക്കണം. ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷെങ്കിൽ ഇന്നത് നീ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയില്ല. ഇന്നത് ചെയ്താൽ നിനക്ക് നന്മ ഉണ്ടാകുന്ന പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയില്ല. പുതിയ നിയമത്തിൻ്റെ മുഴുവൻ വ്യവസ്ഥയെന്ന് പറയുന്നത് അർഹിക്കാത്തതായിരിക്കും നന്മകൾ, പറഞ്ഞു തീരാത്ത ദാനത്തിനായി സ്തോത്രമെന്ന പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ. പറഞ്ഞു തീരാത്ത ദാനം പറഞ്ഞു തീർക്കുവാൻ സാധ്യമല്ല, അളന്ന് കുറിക്കുവാൻ സാധ്യമല്ല. അതാണ് നമുക്ക് ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ അവൻ ശക്തനാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ യാതൊരു നന്മ കൊണ്ടല്ല ഞാനിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്നറിയാമോ? യേശുവേ, ഞാൻ പാപം ചെയ്തു. എന്താ സംഭവിച്ചത്? ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. തൻ്റെ ജീവൻ യേശു കൊടുത്തത് മുഖാന്തരമായിട്ട് ആ ഒരൊറ്റ യാഗം കൊണ്ട് ഞാൻ ശുദ്ധീകരിക്കപ്പെടുക. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ സകല ആത്മീയ നന്മകൾ എവിടുന്നാ കിട്ടുന്നത്? വേദപുസ്തകം പറയുന്നു, എൻ്റെ ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം already blessed with all heavenly blessings. എവിടുന്നാ? വല്ലതും എഫേർട്ട് വല്ലതും എടുത്തോ? മണിക്കൂർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണോ? ദീർഘസമയം ദൈവവചനം പഠിച്ചിട്ടാണോ ഇത് കിട്ടിയത്? ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വേണ്ടതാ. പക്ഷേ അതുകൊണ്ടല്ല ദൈവം ഇത് പകർന്നു തന്നത്. ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നോക്കിയാട്ട് ദൈവത്തിൻ്റെ ദാസന് പ്രകാരം പൗലോസ് പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. എൻ്റെ കാഴ്ചപ്പാടുക്കുള്ള അനുഗ്രഹമല്ല, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. സഹോദര, ഓർപ്പിക്കട്ടെ, കിഴക്ക് നല്ല, വടക്ക് നല്ല, പടിഞ്ഞാറ് നല്ല, തെക്കുന്ന് നല്ല ഉയർച്ച വരുന്നത് ദൈവത്തിൻ്റെ പക്കം. എൻ്റെ ദൈവം ഹീസ് ഏബിൾ, ഹീസ് ഏബിൾ. എന്നെ അനുഗ്രഹിപ്പാൻ അവൻ ശക്തൻ. ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പറയുന്നു, അവൻ്റെ ക്രൂശിൽ അവൻ അടിപ്പിണരേറ്റത് എനിക്ക് സൗഖ്യത്തിന് കാരണമായി. ഞാൻ സൗഖ്യം അനുഭവിക്കുവാനുള്ള കാരണം ദാറ്റ്സ് ഓൾ. എൻ്റെ ശാപം മാറുവാൻ കാരണം അവൻ്റെ ശാപം വഹിച്ചതുകൊണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്യുക, നിങ്ങളുടെ ഏത് അനുഗ്രഹവും നിങ്ങൾ കൗണ്ട് ചെയ്യുക. എന്താ നിങ്ങളുടെ ആവശ്യം നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുക. ഒരു കാര്യം കാണുവാൻ സാധിക്കും, വിത്തൗട്ട് എനി എഫേർട്ട്, വിത്തൗട്ട് എനി ഹാർഡ് വർക്ക്, യാതൊരു കഷ്ടതയോ യാതൊരു ബുദ്ധിമുട്ടോ യാതൊരു പ്രയാസമോ യാതൊരു ഭാരമോ ഇല്ലാതെ ഈസി ആയിട്ട് അത് ഏറ്റെടുക്കുവാൻ സാധിക്കും. ഓൺലി വൺ തിങ് ഗാഡ് എക്സ്പെക്ട്സ്, ദാറ്റ്സ് ഫെയ്ത്ത്. വിശ്വസിക്കുക.
ദൈവം എനിക്കിത് വെച്ചിരിക്കുന്നു, ദൈവം ഇതെനിക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ വിഷയമെന്നാണെന്നറിയാമോ? പലപ്പോഴും നാം അനുഭവിക്കുന്ന നന്മകൾ ചില ലിമിറ്റേഷൻസ് ആകുവാനുള്ള കാരണം എൻ്റെയും നിങ്ങളുടെ ഫെയ്ത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് മാറ്റുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ അവിടെയാണ് എനിക്കും നിങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. എന്താ സംഭവിച്ചത്? ദ ഫസ്റ്റ് തിങ് നമ്മൾ കണ്ടത്, യേശു ക്രിസ്തു മരിച്ചത് കൊണ്ട് ആ സ്ഥാപിതമായി. കരങ്ങളുടെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോട് ഒരിക്കൽ കൂടെ ആ നിയമം സ്ഥാപിക്കപ്പെട്ടു. ആ നിയമം എസ്റ്റാബ്ലിഷ്ഡായി. ഇന്ന് നിൽക്കുന്നത് പുതിയ നിയമത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് നിൽക്കുന്നത് പുതിയ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്. പഴയതും പുതിയതുമായിട്ട് ഒരുമിച്ച് കൊണ്ട് ചേർക്കുവാൻ ഇടയാകരുത്. ഇന്ന് പുതിയ നിയമത്തിൽ നിൽക്കുക, പുതിയ ഉടമ്പടിയിൽ നിൽക്കുക. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ആ യേശു മരിച്ചതുകൊണ്ട് പഴയതിനെ ദൈവം അബോളിഷ് ചെയ്തു. അതുകൊണ്ട് അത് വേണ്ട നല്ല പറഞ്ഞു വരുന്നത്, അതിനെ അബോളിഷ് ചെയ്തു. എന്താ പഴയ നിയമം പഠിപ്പിക്കുന്നത്? ഒറ്റക്കാര്യം, ഞാൻ എങ്ങനെ നടക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവം തൻ്റെ വചനത്തിൽ കൂടെ പഠിപ്പിച്ചു തന്നു. എനിക്കതൊരു ഒരു മാർജിനായിട്ട് എനിക്ക് വെക്കുവാൻ സാധിക്കും, ലൈനായിട്ട് വെക്കുവാൻ സാധിക്കും. എൻ്റെ ജീവിതം എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നുള്ളത്, എന്താണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, അതെനിക്കൊരു ലാൻഡ് മാർക്കാക്കി എനിക്ക് വെക്കുവാൻ സാധിക്കും. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതാ. രണ്ടാമത് എന്ത് സംഭവിച്ചു? വായിച്ചോട്ടെ 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. യെസ്. ആ വേർഡ് പറയുന്നു, അത് നിമിത്തം ആദ്യ നിമിത്ത ലംഘനം എന്നുള്ള വീണ്ടെടുപ്പിനായി എന്ത് സംഭവിച്ചു? ഇറ്റ്സ് മെയ്ഡ് പോസിബിൾ എ റിഡംഷൻ. രണ്ടാമത്, ഈ നിയമകർത്താവിൻ്റെ മരണം കൊണ്ട് എന്ത് സംഭവിച്ചു? മെയ്ഡ് പോസിബിൾ റിഡംഷൻ. ഏതിൽ നിന്നോ? ഓഫ് ദ ട്രാൻസ്ഗ്രഷൻ, അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. നിയമകർത്താവിൻ്റെ മരണം കൊണ്ട് അതിക്രമങ്ങളിൽ നിന്നോ വീണ്ടെടുക്കപ്പെടുവാൻ കാരണമായി തീർന്നു. അതിക്രമങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ, നിയമലംഘനം. അതാണ് അതിക്രമം. ആ നിയമത്തെ ലംഘിക്കുന്നതിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ അതിക്രമങ്ങളിൽ നിന്ന് കർത്താവായ യേശു വീണ്ടെടുത്തു. ദ തേർഡ് വൺ, അതേ വാക്യം വായിച്ചായിട്ട് 15-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. നിത്യാവകാശ വാഗ്ദത്തം, ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. ആ നിയമകർത്താവിൻ്റെ മരണം കൊണ്ട് ലഭിച്ച മൂന്നാമത്തെ അനുഗ്രഹം, ദ തേർഡ് ബ്ലെസ്സിങ്, ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം നമുക്കെന്തൊക്കെയോ ഇൻഹെറിറ്റ് ചെയ്യുവാൻ വെച്ചിരിക്കുക, നമുക്കെന്തൊക്കെയോ പിടിച്ചു പറ്റുവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ നിയമകർത്താവിൻ്റെ മരണം കൊണ്ട് അത് സാധിച്ചു. പഴയ നിയമത്തിൽ സാധ്യമായില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? പുതിയ നിയമത്തിൽ സാധ്യമാണോ? എന്താണ് ഈ എന്താണ് ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്? നമുക്ക് വെച്ചിരിക്കുന്ന അവകാശം എന്ത്? വായിച്ചോട്ടെ എഫെസ്യർ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. എഫെഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 11. അവനിൽ നാം അവകാശം പ്രാപിച്ചു. യെസ്, പ്രൈസ് ഗാഡ്. വായിച്ചോട്ടെ അത്. അവനിൽ ഞാൻ അവകാശം പ്രാപിച്ചു. ഇൻ ഹിം, അവനിൽ എനിക്ക് അവകാശം കിട്ടി. ഇൻഹെറിറ്റ് ഓൾ ദ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്കറിയാം എന്താണ് ഈ പ്രത്യേകമാർഗിക പദവി? കഴിഞ്ഞ ദിവസം 8-ാം അധ്യായത്തിൽ നമ്മൾ താഴോട്ട് പഠിക്കുകയുണ്ടായി. എന്താണ് ഒരു ദൈവമക്കൾക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച്, പുതിയ നിയമത്തിൻ്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പുതിയ നിയമത്തിൻ്റെ ഒന്നാമത്തെ ബ്ലെസ്സിങ്സ് നമ്മൾ കണ്ടത് ഇപ്രകാരമാണ്. പഴയ നിയമത്തിൽ പ്രവൃത്തി കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കി ദൈവം തന്നെ എന്നെ നടത്തുക. ഞാൻ നടക്കുകയല്ല, ദൈവം എന്നെ നടത്തുക.
ഞാൻ നടക്കുന്നു എന്ന് പറയുന്നു, ദൈവം എന്നെ നടത്തുന്നു പറയുന്നു, രണ്ട്. ദൈവം എന്നെ നടത്തുമ്പോൾ എൻ്റെ എഫേർട്ട് അല്ല ദൈവത്തിന് വേണ്ടത്, എൻ്റെ ഒരു സറണ്ടറാണ് ദൈവത്തിന് വേണ്ടത്. എൻ്റെ ഒരു സമർപ്പണം മാത്രമേ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഇപ്രകാരമാണ്: ദൈവം യോസെഫിനോട് കൂടെ ഇരുന്നു, അവൻ കൃതാർത്ഥനായി. ദൈവം അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്നു, അവരുടെ പ്രവൃത്തികൾ ഫലവത്തായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമായത് മറ്റൊന്നുമല്ല, ഒരു രോഗസൗഖ്യമല്ല, ഒരു അത്ഭുത വീര്യപ്രവൃത്തി, ഒരു വലിയ പ്രവാചകനാകുകയല്ല. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടത് ദൈവം അവരോടുകൂടെ ആയിരിക്കുക. ദൈവം കൂടെ ഇരിക്കുവാൻ സാധിക്കുമെങ്കിൽ, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ഈ പറയപ്പെട്ടതായിരിക്കുന്ന എഫക്ട്സ് എല്ലാം എന്നിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഒരിക്കൽ പോലും ഞാൻ ആ എഫക്റ്റിലല്ല നോക്കുന്നത്, ദൈവത്തിലായിരിക്കും നോക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിൽ ദൈവമക്കളുടെ കണ്ണിൻ്റെ മുൻപിൽ അവർക്ക് ആവശ്യമായിരിക്കുന്നത് താൻ ദൈവമക്കളെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുവാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുവാനാണോ ജനം ആഗ്രഹിക്കുന്നത്? ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബുക്ക് സംഭാവന കിട്ടിയതാണ്. ആ ബുക്കിൽ കൂടെ ഞാൻ എടുത്ത് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിനെ വളരെ ചിന്തിപ്പിച്ചു. ഇന്ന് ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ ദൈവം ചില കടമ്പകൾ വെച്ചിട്ട്, ചില പടികൾ വെച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പലരും ആ പടികൾ കടക്കുവാൻ സാധിക്കാതെ താഴത്തെ പടികൾ തന്നെ നിൽക്കുക. എന്താ കാരണം എന്നാണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ അതിന് വിശ്വാസം മാത്രമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. എങ്കിലും എന്താ വേണ്ടത്? ഈ മിറക്കിൾസ് കണ്ടിട്ട് എന്നെ തന്നെ അവിടെ തളർത്തി നിർത്തുക. ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കൂടെ വെളിപ്പെടുമെന്നുള്ളതിനോ യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ പ്രാപിച്ച് ഒരു ശക്തനായ ശുശ്രൂഷക്കാരനാകണമെന്നുള്ളത് നല്ല താല്പര്യമാണ്. പക്ഷെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അല്ല ഒന്ന് മാത്രം മതി: ദൈവം എന്നോട് കൂടെ വേണം. ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും സ്വർഗത്തിലെ ദൈവം എന്നോട് കൂടി ഉണ്ടെങ്കിൽ, കാറ്റിഷ്ടമുള്ളിടത്ത് നൂതുന്നു, അത് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നെന്ന് ആരും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ അങ്ങനെയാകുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്താ വേണ്ടത്? ദൈവം എന്നോടുകൂടെ, ദൈവം എന്നോടുകൂടെ. ഈ ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ദൈവം എന്നോടുകൂടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ, സെൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക, ഉണരുക. ദൈവ സാന്നിധ്യമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം, മറ്റൊന്നല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗാഡ്. എന്താ ഇവിടെ വിഷയമായിരിക്കുന്നത്? ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. ദൈവം ഒരു വലിയ അവകാശം വെച്ചിരിക്കുക. എന്താ അവകാശം? ദൈവത്തിൻ്റെ ദാസനെ എപ്പോഴാണ് നമ്മൾ പ്രാപിക്കുന്നതോ? ഇന്ന് ഞാൻ അതിൻ്റെ അച്ചാരം പ്രാപിച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിനെ. വായിച്ചാട്ടെ, എഫെസ്യർ 1:14. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ, പ്രൈസ് ഗാഡ്, അവകാശത്തിൻ്റെ അച്ചാരം മാത്രമേ കിട്ടിയുള്ളൂ. അതാണ് വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദി അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ പാർട്ട്. വരുവാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ചെറിയ പാർട്ട്, ഒരു ചെറിയ തുടക്കം, ഒരച്ചാരം മാത്രമാണ്. അതൊരു ഉറപ്പിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുക. എന്നാൽ ഇനിയും ഉള്ളത് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കുന്നതോ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ സകല ബുദ്ധിമുട്ടും മാറ്റി സ്വർഗത്തിൻ്റെ തൻ്റെ ധനത്തിനൊത്തവണ്ണം അനുഗ്രഹിക്കുന്നതോ, ഇതൊന്നുമല്ല ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. ഇതൊക്കെ ആത്മാവിനെ അച്ചാരമായി പ്രാപിച്ചത് കൊണ്ട് ലഭിക്കുന്ന കൊച്ചു നന്മകൾ മാത്രമാണ്. ഇനിയും സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ us. എന്തോ ഒന്ന് കാത്തിരിക്കുക. യോഹന്നാൻ അപ്പോസ്തലനെ വിളിച്ചു നോക്കിയാൽ യോഹന്നാൻ ഇപ്രകാരം പറയും, അതെ, നാം കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അപ്രകാരം തന്നെ നാം ആകുന്നു. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്,
നാം എപ്രകാരമാകുമെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ആകും. ആരോട്? യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടപ്പോൾ എപ്രകാരമായിരുന്നുവോ അതുപോലെ ആകുമെന്ന്. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചെറുത് അതാ മനസ്സിലാക്കാൻ, തൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പ്രകാരം പറയുന്നു, അവരുടെ നെറ്റിയിൽ പുതിയ നാമമുണ്ട്, അവരുടെ നഗരത്തിൻ്റെ നാമമുണ്ട്, ദൈവത്തിൻ്റെ നാമമുണ്ട്. ഇതൊക്കെ എന്തവാ ദൈവം? എന്നിട്ട് പറയുന്നു, ഞാൻ അവർക്കൊരു പുതിയ പേരും കൊടുക്കും. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മ, നമ്മൾ പ്രാപിക്കുവാൻ പോകുന്ന അനുഗ്രഹം, നമ്മൾ പ്രാപിക്കുവാൻ പോകുന്ന അവകാശം എന്താണെന്നുള്ളത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, അതുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? യേശു ആക്കപ്പെട്ടു, ഒരു പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടു, നിയമകർത്താവിൻ്റെ മരണം സംഭവിച്ചു. അതുകൊണ്ടൊരു വലിയ അനുഗ്രഹത്തിന് ദൈവം എന്നെ യോഗ്യനാക്കുന്നു. നെക്സ്റ്റ് 22 വാക്യം, വേഴ്സ് 22. Praise God. The forgiveness of sin. Fourth point. Forgiveness of sin. പാപക്ഷമ. Praise God. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകല, ഏകദേശം എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് അത് ചൂണ്ടിക്കാണിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ നമ്മുടെ മനസ്സാക്ഷിയെ എത്രയധികം ശുദ്ധീകരിക്കും. അന്ന് ജഡിക ശുദ്ധിയാണ് വരുത്തിയതെങ്കിൽ ഇന്ന് ജഡിക ശുദ്ധിയെക്കുറിച്ചല്ല പറയുവാനുള്ളത്. ജഡിക ശുദ്ധി വരുത്തുമെന്നല്ല പറയുന്നത്. പിന്നെ അവിടെ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ എത്ര ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, നോർത്തോണെ, യേശുവിൻ്റെ രക്തം എൻ്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നതാണ്. എൻ്റെ കോൺഷ്യസിനെ അത് പ്യൂർ പെർഫെക്റ്റ് ആക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. അത് പുറമേ ചില അശുദ്ധികൾ മാറ്റുന്നത് മാത്രമല്ല, എൻ്റെ ഉള്ളിലെ അശുദ്ധിയെ അവൻ പരിപൂർണമായിട്ട് മാറ്റുന്നു. നെക്സ്റ്റ് വേഴ്സ് 23 to 23 വാക്യം കൂടെ. അഞ്ചാമത്തത്, ഇറ്റ്സ് പ്യൂരിഫൈഡ് ദ ഹെവൻലി തിങ്സ്. ഇറ്റ്സ് പ്യൂരിഫൈഡ് ദ ഹെവൻലി തിങ്സ്. സ്വർഗീയമായതിനെ ശുദ്ധീകരിക്കുന്നു. സ്വർഗീയമായതിനെ ശുദ്ധീകരിക്കുന്നു. ഏതാ? പുതിയ നിയമത്തിൻ്റെ യാഗം, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. പഴയ നിയമം പൊളിച്ചു. അതാര് പൊളിച്ചു? ദൈവമല്ല പൊളിച്ചത്, ഇസ്രായേൽ മക്കൾ. എങ്ങനെയാണ് അവർ ചെയ്തത്? ദൈവത്തിൻ്റെ നിയമത്തെ അവരെടുത്ത നിയമത്തിന് മുൻപിൽ അവർ തന്നെ ലംഘിക്കുവാൻ കാരണമായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ നിയമത്തിന് വിലയില്ലാതായി. എന്നാൽ ആ പ്രത്യേകമായ സ്ഥാനത്ത് അടുത്ത ഒരു നിയമത്തിന് സാധ്യമല്ലാതെ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് ചേർത്ത് ചെയ്യുവാൻ താല്പര്യപ്പെടാതെ സ്വർഗത്തിലെ ദൈവം ചെയ്തത്, ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് തന്നു. ദൈവം തൻ്റെ പുത്രനെ കാലത്തികവെങ്കിൽ, ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും, കാലത്തികവെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്നു. ദൈവം ഈ ലോകാവസാനത്തെങ്കിൽ ഏകയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ, ഒരിക്കലായിട്ട് പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ അയച്ചുവെങ്കിൽ ആ വലിയ അനുഗ്രഹത്തോടുകൂടെ ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. കാരണം അവൻ എനിക്ക് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. അവൻ എനിക്ക് ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുക, ഒരു പുതിയ ഉടമ്പടിയിലേക്ക് എന്നെ കൊണ്ട് വെച്ചിരിക്കുക. ആ ഉടമ്പടി കൊണ്ട് എനിക്ക് ലഭിച്ച് എന്ത് സംഭവിച്ചു? ഓൾറെഡി ആ മരണം സംഭവിച്ചത് കൊണ്ട് ആ നിയമം സാധിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. 2, നമ്മൾ ചിന്തിച്ചത് ഒരു വീണ്ടെടുപ്പ്, അതിക്രമെന്നുള്ള വീണ്ടെടുപ്പ് എനിക്ക് ലഭിച്ചു. 3, നമ്മൾ കണ്ടത് ഒരു ഇറ്റേണൽ ഇൻഹെറിറ്റൻസ് ഞാൻ പ്രാപിച്ചു. 4, നമ്മൾ കണ്ടത് എൻ്റെ പാപത്തു നിന്നുള്ള വിടുതൽ ഞാൻ ലഭിച്ചു. 5, നമ്മൾ കണ്ടത് സ്വർഗീയമായതിനെ അവയാൽ ശുദ്ധീകരിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഒറ്റ വേർഡ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ദൈവമക്കളെ നോക്കണമേ. ആ ഏകയാഗം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ആവശ്യമായത് എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലെ ഭൗതികമോ ആത്മീയമായിരിക്കുന്ന ഏത് കാര്യമായിക്കൊള്ളട്ടെ,
ആ ഒരൊറ്റ യാഗത്തിൽ കൂടെ ആ നിയമകർത്താവ് മരിക്കപ്പെട്ടതുകൊണ്ട്, ആ നിയമകർത്താവ് കൊല്ലപ്പെട്ടതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇന്ന് ഫ്രീ ആയിട്ട് അത് ഏറ്റെടുക്കുവാൻ സാധിക്കും. ചെലവ് ചെയ്യേണ്ട കാര്യമില്ല, മുടക്കേണ്ട കാര്യമില്ല. എനിക്ക് ഫ്രീ ആയിട്ട് അത് ഏറ്റെടുക്കുവാൻ സാധിക്കും. ദൈവം ഒന്നേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ, അതൊന്ന് ഏറ്റെടുക്കുക. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിൽ എല്ലാം കൃപ കൊണ്ടാണെങ്കിലും ദൈവം നമ്മെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തോടുകൂടെ നാം ആയിരിക്കുക. നാം ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്നുള്ളതല്ല, ദൈവം നമ്മോടുകൂടെ ആയിരിക്കുക. ദൈവം നമ്മോടുകൂടെ നിൽക്കട്ടെ, ദൈവം നമ്മോടുകൂടെ നടക്കട്ടെ, ദൈവം നമ്മിൽ കൂടെ ഇടപെടട്ടെ. നമ്മുടെ ആഫ്റ്റർ ഓൾ നമ്മുടെ ലൈഫ് മുഴുവൻ ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവികമായിരിക്കുന്ന പർപ്പസിലേക്ക് ഒന്ന് കടന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ ആ സെൻസിനെ, ഗാഡ് പ്രസൻസിനെ ഞാനൊന്ന് സെൻസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സെൻസ് ചെയ്തുകൊണ്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ, കർത്താവേ, അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ വെളിയിൽ പോകുവാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങയുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, അങ്ങയുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും എന്നോടുകൂടെ ആയിരിക്കണം. ഈ സമയം ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുന്നോട് പറയട്ടെ. ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ച് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഇതെന്ത് അനുഭവമാണ്. വെളുപ്പിനെ 2:30 പ്രാർത്ഥിക്കാനിരിക്കും, ഞാൻ ഇരുന്ന് ആത്മാവിൽ നിറയുവാൻ തുടങ്ങി. വൈകിട്ട് 4:30 വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കും, ആത്മാവിൽ നിറയുവാൻ തുടങ്ങി. ഇങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയി. ഈ 2 പ്രാവശ്യമാണ് ഒരു ദിവസം ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഒരു ദിവസം ഒരു പ്രത്യേകമായ സിറ്റുവേഷനിൽ ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഞാൻ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ മനസ്സിലാക്കി, ആ ഓൺ ദ സ്പോട്ടിൽ ദൈവമേ ഞാൻ വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ കണ്ടു. അതിൽ കൂടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ എന്തൊരു പോഷനാണ്. രാവിലെയും വൈകിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉണർത്തി ഞാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ ദൈവം എന്നോടുകൂടെ 24 മണിക്കൂർ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവമേ എന്ന് ഒന്ന് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് എൻ്റെ ശരീരത്ത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരനുഭവത്തിലേക്ക് ദൈവം നടത്തി. ഞാൻ പറഞ്ഞത് എന്നാണെന്നറിയാമോ? പള്ളി വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനല്ല എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ഓഫീസിലിരിക്കുമ്പോൾ പ്രയാസത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ഒരു സന്ദർഭങ്ങളിൽ എൻ്റെ ദൈവം എന്ന് വിളിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരണം. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയണം. ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ആയിരിക്കണം. എന്താ അതിനാവശ്യമായിരിക്കുന്നത്? നമുക്കൊന്ന് വേണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ദൈവം നമ്മോടുകൂടെ നിൽക്കുവാൻ താല്പര്യമുണ്ട്. ദൈവം നമ്മോടുകൂടെ നടക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഒറ്റ കാര്യമേ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരങ്ങൾ ഇതെല്ലാം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ പ്രത്യേകിച്ച് ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം എന്നെ കാണിച്ചു തന്ന ഇപ്രകാരമായിരുന്നു. പലപ്പോഴും അവരുടെ ജീവിതത്തിലെ പല അനുഗ്രഹങ്ങളും പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം their own thinking, അവരുടെ സ്വന്തം ചിന്തകൾ, അവരുടെ സ്വന്തം വിചാരങ്ങൾ. they are just moving. അവരുടെ ചിന്തയ്ക്കനുസരണമായിട്ട് അവർ മുൻപോട്ട് പോകുകയാണ്. ഇന്ന് രാത്രി അത് ആരുമായിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് വേണ്ടത് ദൈവത്തിന് മുൻപിൽ എൻ്റെ ചിന്തയെ കൊണ്ട് വെച്ചിട്ട് ദൈവം അതിൽ കൂടെ നടത്താൻ ആരും ആഗ്രഹിക്കരുത്. ദൈവത്തിന് വേണ്ടത് ദൈവത്തിൻ്റെ ചിന്ത എന്നിലേക്ക് കടന്നു വരട്ടെ, ദൈവത്തിൻ്റെ വിചാരം എന്നിലേക്ക് കടന്നു വരട്ടെ, ദൈവത്തിൻ്റെ ഹിതം എന്നിലേക്ക് കടന്നു വരട്ടെ. അങ്ങനെയെങ്കിൽ ആ നടക്കുന്നത് ദൈവത്തിന് വളരെ പ്രസാദമായിരിക്കും. എല്ലാ കണ്ണുകൾ ശാന്തമായിട്ട് അടച്ചാട്ട്